ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളെ ഈ സീസണിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പരിധി വരെ നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ടാസ്ക് പോലും നേരെ ചൊവ്വേ കളിക്കാൻ അറിയാതെ മറ്റുള്ളവരെ കൂടെ മോശക്കാരാക്കി ആ ടാസ്ക് കുളമാക്കുക എന്നതാണ് അനുമോളുടെ മെയിൻ പരിപാടി. ഏത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അത് നശിപ്പിച്ച് കുളമാക്കി കഴിയും. നല്ലൊരു ടാസ്ക് കളിക്കാൻ അറിയത്തില്ല. കുറച്ച് ഫിസിക്കൽ ഗെയിമൊക്കെ ആവുമ്പം കുറച്ച് തട്ടലും മുട്ടലും ഇടിയും ചിലപ്പോൾ കുറച്ച് തൊലി പോകും, ചോര വരും, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകും. അത് എല്ലാ സീസണുകളും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അല്ലാതെ തട്ടാതെ മുട്ടാതെയും ഒന്നും ഫിസിക്കൽ ടാസ്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്ത ഒരു ചരിത്രവുമില്ല. അതിനിടയിൽ മറ്റുള്ളവർ തട്ടി മുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വുമൺ കാർഡ് ഇറക്കുക, ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു വീക്ക്ലി ടാസ്കിൽ കൺവെയർ ബെൽറ്റിൽ കൂടെ പാവേനെ ഇങ്ങനെ വിടും, അത് എടുക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് മാക്സിമം ശ്രമിക്കുക, മാക്സിമം എല്ലാ കണ്ടസ്റ്റൻസും മാക്സിമം ഫെയർ ആയിട്ട് നിൽക്കുക. അതിൽ കുറച്ച് ഉന്തും തള്ളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഈ ഒരു പാവ എടുക്കുമ്പോൾ ഈ ഒരു ടാസ്ക് മറ്റു ഭാഷകളിലൊക്കെ എത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഫീമെയിൽ കണ്ടസ്റ്റൻസ് കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് തമിഴ് സീസൺ 8 ഫീമെയിൽ കണ്ടസ്റ്റൻസ് സെയിം ഒരു ടാസ്ക് വന്നു കഴിഞ്ഞപ്പോൾ മികച്ച രീതിയിൽ ചെയ്തതാണ്. ഇവിടെ എന്തോരം എളുപ്പമായിട്ടാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. പാവയാണ് വിടുന്നത്. സീസൺ 8 തമിഴിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടിക റെഡ് ബ്രിക്ക് ആണ് ഈ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ പാസ് ചെയ്ത് വിട്ടത്. അതിലൊക്കെ ലേഡി കണ്ടസ്റ്റൻസ് ഒക്കെ എത്ര സക്സസ്ഫുൾ ആയിട്ടാണ് ആ ഒരു ടാസ്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇഷ്ടിക എടുത്തുകൊണ്ട് ഇവിടെ ചീപ്പായിട്ട് ഇത്രയും പാവ കൊടുത്തിട്ട് പോലും ഇങ്ങനെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയേണ്ടി വരും. എന്ത് ഗെയിം കൊടുത്തു കഴിഞ്ഞാലും എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അതിനകത്ത് കൊണ്ടുപോയി വുമൺ കാർഡ് ഇറക്കുക എന്നതാണ് പ്രധാന ഒരു സംഭവം. അത് കഴിഞ്ഞ് കുറെ ചീഞ്ഞ വാക്കുകൾ പറയുക, ചീഞ്ഞളിഞ്ഞ സംസാരം സംസാരിക്കുക, ഒരു കൾച്ചറും ഇല്ലാതെ എങ്ങനെയാണ് പ്രേക്ഷകർ ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ വോട്ട് ചെയ്ത് നിർത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്നത്തെ ടാസ്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോലും അവിടെ ഇത്രയും കണ്ടസ്റ്റൻസ് കളിക്കുന്നുണ്ട്. അതിനിടയിൽ ലക്ഷ്മി കൂടെ ഈ വുമൺ കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ട്. ഇത്രയും പേര് ഒന്നിച്ച് നിന്ന് അതുപോലെയുള്ള ഒരു ഫിസിക്കൽ ടാസ്കിൽ എല്ലാവരും കൂടെ കൂടി നിന്ന് ഇടിച്ചും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകും. അതിനിടയിൽ പറ്റുന്നില്ല മാറി നിന്നോണം. അതല്ലാതെ അതിനിടയിൽ പോയി തന്നെ തള്ളി ഉന്തി പിടിച്ചു പറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വുമൺ കാർഡ് ഇറക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അവിടെ ഷാനവാസിനെ നോക്ക്, പുള്ളിക്ക് പറ്റത്തില്ല, ഗെയിം കളിക്കാൻ സാധിക്കത്തില്ല. അതിനകത്ത് ഉന്തിനും തള്ളിനും പോയി കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ഓൾറെഡി ഇന്നലെ ലെഫ്റ്റ് സൈഡിൽ എന്തോ ഇഷ്യൂസ് ആയിട്ട് ഡോക്ടറെ കണ്ടിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്ക് ഹാർട്ടിന്റെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പോയി നിന്ന് ഉന്തും തള്ളും പറ്റത്തില്ല, ഗെയിം ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി മാറി നിന്നു. അതുപോലെ അവർക്ക് മാറി നിൽക്കാമല്ലോ. അവർക്ക് ഇതുപോലെ ഗെയിം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഉന്തിനും തള്ളിനും ഇടയിൽ പോയിട്ട് ആരും ടച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഗെയിമിൽ നിന്ന് മാറി നിൽക്കുക. അതല്ലാതെ ഇത്രയും ആൾക്കാർ പോയി ഉന്തിത്തള്ളി ആ ഒരു ടാസ്കിൽ പങ്കെടുക്കുമ്പോൾ അവിടെ തൊടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്നത് പോലെ ഒരു ജെൻഡർ കാർഡ് അവിടെ ഇറക്കാൻ പറ്റിയ ഒരു ഗെയിം അല്ല. ബിക്കോസ് അത് വളരെ ശക്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ വരും. എല്ലാ ഗെയിമുകളും ഇതുപോലെ ജെൻഡർ കാർഡിന്റെ പേരിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മോശമാക്കിക്കൊണ്ട് അക്ബർ ഖാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അക്ബർ ഖാൻ ഒരു മനസാക്ഷിയില്ല, എന്തോ ഭയങ്കര സംഭവമാണ്, പെണ്ണുങ്ങളെ ആക്രമിക്കുന്നു, വളരെ മോശമായി പെരുമാറുന്നു എന്നൊക്കെയാണ്. ഒരു ടാസ്കിനിടയിൽ പുള്ളി അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നത് കാര്യങ്ങളൊന്നുമല്ല. പുള്ളി വളച്ചൊടിക്കും, കുത്തിത്തിരിപ്പുണ്ടാവും, അതൊക്കെ ശരി തന്നെ. ബട്ട് ഒരു ടാസ്കിനിടയിൽ വരുമ്പോൾ അവർ ആ ഒരു ടാസ്ക് വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാവേനെ ആ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ വരുമ്പോൾ ആ ഇത്രയും ആളുകൾക്കിടയിൽ 10 കണ്ടസ്റ്റൻസ് ഉണ്ട്, അതിനിടയിൽ തള്ളിപ്പിടിച്ച് വേണം ഇത് എടുക്കാൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകും. അത് തീർത്തും പറ്റില്ലെങ്കിൽ മാറി നിൽക്കുക. അതിന് മറ്റൊരു കണ്ടസ്റ്റന്റിന് അങ്ങനെ ചെയ്തു, അവരോട് പറയാം ഇങ്ങനെ തള്ളരുത് പിടിക്കരുത് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ അവരെ മോശമായിട്ട് ഓഡിയൻസിന് മുന്നിൽ ചിത്രീകരിച്ച് തനിക്ക് സിമ്പതി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇരുന്ന് കരഞ്ഞ് നെരോളിച്ച് ഞാൻ കളിക്കുന്നില്ല, എന്നിട്ട് എടുത്ത് 1-2 വാവയൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു, നീ കൊണ്ടുപോയി തിന്നടാ, ഞാൻ കളിക്കുന്നില്ല, എത്ര മോശമായിട്ട്, നിനക്കൊന്നും മനസാക്ഷിയില്ല. അവിടെ മനസാക്ഷി കാണിക്കാൻ വന്നവരല്ലല്ലോ എല്ലാ കണ്ടസ്റ്റൻസും. മനസാക്ഷി ആവശ്യമുള്ളതിന് കാണിക്കണം, അല്ലാണ്ട് ടാസ്ക് കളിക്കുമ്പോൾ നീ എടുത്തു എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത് കാണിക്കുന്നതല്ല മനസാക്ഷി. സോ അനുമോളെ പോലെ ഒരു കണ്ടസ്റ്റൻസ് എന്തിനാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത്? എന്തിനാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത്? എന്ത് കണ്ടിട്ടാണ് പ്രേക്ഷകർ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ല. ഇതുവരെയും ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു മുൻ വീഡിയോയിലും പറഞ്ഞിരുന്നു, നിലവിൽ കണ്ടന്റ് ഒന്നും ഇല്ല. ആദ്യ സമയങ്ങളിൽ കുറച്ച് സിമ്പതി കാർഡുകളും ഒരു പാവയും വെച്ചിട്ട് കുറച്ച് കണ്ടന്റ് അല്ല, കുറച്ച് സിമ്പതി വർക്കൗട്ടാക്കി പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയെടുത്ത് കരച്ചിൽ നാടകമൊക്കെ നടത്തി എല്ലാവരും ആക്രമിക്കുന്നു എന്നൊക്കെ വരുത്തി തീർത്ത്, എന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് പിന്നെ അടുത്ത പ്രഹസനം തുടങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇത് തന്നെയാണ് പരിപാടി. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് സിമ്പതി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ തന്നെ ഉപദ്രവിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ട്. അതിനിടയിൽ ഞാനൊരു പെൺകുട്ടിയല്ലേ, പെൺകുട്ടിയോട് മര്യാദ കാട്ടണ്ടേ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് പെൺകുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവർക്ക് കുറച്ച് പ്രിവിലേജ് കൂടുതൽ കൊടുക്കാൻ പറ്റുമോ, ഇവർക്ക് അത് വേണോ, അതിനാണോ
മാത്രമാണ് പെൺകുട്ടികൾ ബിഗ് ബോസിനുള്ളിലേക്ക് വരുന്നത്? അവർക്ക് ഫൈറ്റ് ചെയ്തൊരു ഗെയിമിൽ ജയിക്കാനുള്ള കഴിവും കപ്പാസിറ്റി ഇല്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ബിഗ് ബോസിനുള്ളിലേക്ക് വരുന്നത്? അവിടെ ഒരു ജെൻഡർ ഡിഫറൻസ് കാണിച്ചൊന്നും നിൽക്കാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫൈറ്റ് ചെയ്ത് ഗെയിം കളിക്കണം. മുൻ സീസണുകളിലൊക്കെ നോക്കുക, ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ എന്തോരം ഫൈറ്റ് ചെയ്താണ് ഇതുപോലെയുള്ള ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ വെറുതെ വന്ന് ജെൻഡർ കാർഡും ഇറക്കി ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സ്പോയിൽ ചെയ്യത്തക്ക വിധം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വളരെ മോശമായി ചിത്രീകരിച്ച് പുറത്തേക്ക് ജെൻഡർ കാർഡിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരുടെ വ്യക്തിഹത്യ ചെയ്ത് വളരെ മോശമായിട്ടൊക്കെയാണ് ഇവര് സംസാരിക്കുന്ന. മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊരിക്കലും എന്നെ സംബന്ധിച്ച് പേഴ്സണലി അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് എത്ര മോശമായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും എത്ര നെഗറ്റീവായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെയുള്ള ജെൻഡർ കാർഡുകൾ ഗെയിമിനുള്ളിൽ ഫിസിക്കൽ ടാസ്കുകളിൽ കൊണ്ടുപോയി ഇടുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. എന്താണെന്നുണ്ടെങ്കിലും ലൈവിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അനിമോൾ ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്നതിനോട് നിങ്ങൾ പ്രേക്ഷകർ യോജിക്കുന്നുണ്ടോ? ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ഫിസിക്കൽ ടാസ്കുകളെല്ലാം കുളവാക്കുന്ന രീതിയിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതും ടാസ്കിനിടയിൽ കൊണ്ടുപോയി ഉമ്മൻ കാർഡ് ഇറക്കുന്നതും ഒക്കെ നിങ്ങൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു വീക്ക്ലി ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിയും ബഹളമായി അത് നിർത്തേണ്ടി ഒരു അവസ്ഥയിലേക്ക് എത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണെങ്കിലും നല്ല അലമ്പുന്ന രീതിയിൽ അനുമോൾ ആ ഒരു ടാസ്കിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കരഞ്ഞ് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കി ചളവാക്കി കുളവാക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.